ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ആനന്ദിനി ബാല സംവിധാനം ചെയ്ത് ഹണി റോസ് മെയിൻ ലീഡിലെത്തുന്ന പുതിയ മലയാള ചലച്ചിത്രമാണ് റേച്ചൽ. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങി, നമ്മളത് റിയാക്ട് ചെയ്തതാണ്. കണ്ടില്ലെങ്കിൽ എൻ്റെ ചാനലിലുണ്ട്, നിങ്ങൾ പോയി അത് കണ്ടിട്ട് അതിന് എന്താണ് ഏതാണെന്നുള്ള കമൻറ്റ് വിട്ടേക്ക്. ആൻഡ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ അവരുടെ ഒരു സോങ് ആണ് റിയാക്ട് ചെയ്യാൻ പോകുന്ന കണ്ണിൽ വീഡിയോ സോങ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന. കമാൻ ഗൈസ്. ബാദുഷാ സിൽവർ സ്ക്രീൻ എന്റർടൈൻമെന്റ് അബ്രിഷേൻ പ്രസൻസ്. അബ്രിഷേൻ ആരാന്ന് ഞാൻ പറഞ്ഞില്ല. ആൻഡ് ഇഷാൻ ചബ്ര മ്യൂസിക്കൽ, ലിറിക്സ് ബൈ രാഹുൽ മണപ്പാട്. വരൻ പ്രഭാകർ. എബ്രൻഷൈന് നിവിൻ പോളിയുടെ 1983 ആക്ഷൻ ഹീറോ ബിജു സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത പുള്ളിയാണ് ഇത് പ്രസൻസ് ചെയ്യുന്നത്. എബ്രൻഷൈൻ പ്രസൻസ് ആണ്. ആൻഡ് വരുൺ പ്രഭാറിന് എന്താന്ന് വെച്ചാൽ, എനിക്ക് മരിച്ച് സമാധാനമില്ല, ആരെങ്കിലും എന്നെ കൊന്നില്ലെങ്കിൽ എനിക്ക് അതും സമാധാനമില്ല എന്നൊരു ഇതായിരിക്കും. ഇതിൽ മിക്കവാറും അടികൊണ്ട് ചാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഹണി റോസിനെ കാണാൻ കൊള്ളാം. പാട്ട് മാപ്പിള പാട്ട് വൈകി അല്ലേ, മാപ്പിള പാട്ടല്ലേ? പാട്ട് കച്ചവടം. ഈ വരുന്ന ഇതുപോലത്തെ റോളൊക്കെ അല്ലൊരു കോഴി റോള്, പൂവൻ റോള്, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതില് ഒരു നല്ല റോളൊക്കെ വരുമെന്നാണ് തോന്നുന്നത്. പക്ഷെ കണ്ടിട്ട് ഇതില് ആരാ പറയാ, ബാബുരാജിന്റെ മകളായിട്ടാണ് ഹണി റോസ് വരുന്നത്. ഹണി റോസ് കുറച്ച് ചട്ടമ്പിയാണ് ബാബുരാജിനെ പോലെ. ഒരു ചട്ടമ്പി പ്രേമമായിരിക്കും ഈ പാട്ടിലും ഈ സിനിമയിലൊക്കെ കാണാൻ പോകുന്നത്. പഞ്ചായത്ത് മെമ്പർ വരെയാണ് യാത്രകൾ നോക്കി നിന്നിട്ട് പോയിന്ന് പറയാം. അവിടെ കറക്റ്റ് മാപ്പിള പാട്ട് സെറ്റിംഗ്. അയ്യോ, എനിക്കാണ് അങ്ങനെ തോന്നിയത്. അതിലൂടെ പാട്ട് ലിറിക്സുമായിട്ടൊന്നും മാച്ച് ആവുന്നില്ല. അതായത് ട്യൂണൊക്കെ എവിടെയോ പോകുന്നു, പാട്ട് പാടുന്ന എവിടെയോ പോകുന്നു, ആൻഡ് ലിറിക്സും ഒരു സുഖമൊന്നുമില്ല. എന്തൊക്കെ ചേർത്തൊക്കെ നിങ്ങൾ എനിക്ക് തുടക്കത്തിൽ ആ ഒരു വൈബ് അടിച്ച്, അതായത് പാട്ട് എവിടെയോ പോകുന്നു, ലിറിക്സ് എവിടെയോ പോകുന്നു, ട്യൂൺ എവിടെയോ പോകുന്നു. ട്യൂണ് കഴിഞ്ഞിട്ട് ആ ഒരു യഥാർത്ഥ ആ ട്യൂണിന്റെ കറക്റ്റ് ടൈമിലൊന്നുമില്ല പാട്ട് ഓടുന്നത്. പിന്നെ അതുകൊണ്ട് ആ വീഡിയോ ഒന്നും കറക്റ്റ് ആവുന്നില്ല. ഒരുമാതിരി ഈ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രിം ചെയ്യുമ്പോൾ എല്ലാം ഒന്ന് നീങ്ങിയോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ പോയതുപോലെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും എനിക്ക് സത്യം പറഞ്ഞ ഹണി റോസിലെങ്കില് ഇത് എനിക്കൊരു ഓക്കെ ഫീല് തോന്നുന്നില്ല. എനിക്ക് ചിരിയാണ് വരുന്നത്, ഒരു കോമഡി ഫീലാണ് തോന്നുന്നത്. സിനിമയിൽ ഒരു മാസ് രംഗങ്ങളൊക്കെ ഉണ്ട്, അതാണ് അത് എനിക്ക് ഇത് കാണുമ്പോഴും എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഒരു ചിരിയാണ് പറഞ്ഞത്. എന്തിനാണ് ഈ റോൾ അങ്ങനത്തെ തോന്നലാണ് എനിക്ക്. ചിലപ്പോൾ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ അത് ചെയ്യാന്ന് വിചാരിച്ചെടുത്തതായിരിക്കാം. ഇങ്ങനെ വരുന്ന ചാക്കാലല്ലേ.
എനിക്ക് മൂരിക്കുട്ടൻ്റെ ചോര. ഒറ്റയ്ക്ക് നിന്ന് പണിയാണോടാ? നിക്കോളാസ് എവിടെ? ഗ്യാപ്പ് കളഞ്ഞില്ല. ഇവിടെ കൊടുക്കലാണ് കേട്ടാ. അവിടെ ഇറച്ചി വിട്ടേല്ലേ ഗൈസ്? ഇത് കണ്ടപാടെ റേച്ചലിന് എന്തായാലും വരനോട്, അതായത് ഇതിലെ നായകനോട് പ്രേമം മൂക്കും. മിക്കവാറും ബാബുരാജിനെ റേച്ചൽ വെട്ടിക്കൊല്ലുമെന്നാണ് എന്റെ ടെൻഷൻ. അച്ഛനാണെന്ന് നോക്കും തോന്നുന്നില്ല. കാരണം ഒരു ക്യാരക്ടറാണല്ലോ, വാശിയും ദേഷ്യമുള്ള ഒരു ശൗര്യത്യായിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ. ദേഷ്യത്തിൽ ഇനി അച്ഛനെ വരുണ സമ്മതിക്കാത്തതുകൊണ്ട് അച്ഛനെ വെട്ടിക്കൊല്ലുമെന്ന് ഇനി എപ്പോഴും അവനെ കാണുമ്പോൾ വരുൺ പ്രഭാകരാണ് ഓർമ്മ വരുന്നത്. ദൃശ്യം മോഹൻലാലിന്റെ ദൃശ്യം സീരീസിലുള്ള ഇതാണ് ഓർമ്മ വരുന്നത്. കാരണം പുള്ളി ഇങ്ങനെയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇനിയോനും ഇതില് എന്തായാലും വെട്ടുറപ്പാണ് വരുണ്. ഒന്നല്ലെങ്കിൽ റേച്ചൽ വെട്ടും, അത് ഹണിറോസ് വെട്ടും, അല്ലെങ്കിൽ ബാബുരാജ് വെട്ടും. എന്തായാലും മരണം ഉറപ്പാണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അവന്റെ മൈൻഡ് വൈസിൽ ഇതാണ്, എന്നെ ആരെങ്കിലും പെട്ടെന്ന് കൊല്ലുന്നതാണ്, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കൊല്ലിപ്പിക്കണം, ഞാൻ അല്ലെങ്കിൽ നിന്ന് കയറി എന്നെ ആരെങ്കിലും കൊന്ന് എവിടെയെങ്കിലും കെട്ടി താഴ്ക്കണം എന്ന മൈൻഡ് സെറ്റാണ്. ഇത് കണ്ടു അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പൊ ഈ സീനിൽ ഇതേപോലെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും മുടുക്കിൽ അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിൽ പോയി നിൽക്കുമ്പോൾ ബാബുരാജ് കാണും, പിന്നെ വെട്ടുവാടിയൊക്കെ ആയിരിക്കും. പിന്നെ എന്താണെന്ന് സിനിമ വരട്ടെ. പക്ഷേ പാട്ട് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, വിറ്റ് പാട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഹണിറോസിന് ഈ വേഷം ചേരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല. ഇനി വരട്ടെ, പടം വരട്ടെ, പാട്ട് ലിറിക്സ് എവിടെ പോണു, ട്യൂൺ എവിടെ പോണു. പക്ഷെ എന്തായാലും ഒരു കോമഡി വൈബ് ഉണ്ട് സത്യം പറയാല്ലോ. കാരണം ഇങ്ങനെ കാണാത്ത ഒരാൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഒരു കോമഡി വൈബൊക്കെ ഉണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്.